എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത് കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പേ ഹൈദരാബാദിൽ വെച്ച് കേരള തെലുങ്കാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു പ്രോഗ്രാം നടന്നിരുന്നു. അതിൽ മെഗാ തിരുവാതിര, മെഗാ ഒപ്പന, അങ്ങനെ പലതരം പ്രോഗ്രാമുകൾ അന്നവിടെ ഉണ്ടായി. ധാരാളം ആളുകളും വന്നിരുന്നു. ഞാനതിൽ മെഗാ ഒപ്പന പിടിച്ചിട്ടുണ്ട്. അതുപോലെ മെഗാ തിരുവാതിര അത് ഞാൻ വീഡിയോ ചെയ്തു. പക്ഷെ അത് യൂട്യൂബ് ചെയ്ത അവസരത്തിൽ അത് കോപ്പി റൈറ്റ് ആണെന്ന് പറഞ്ഞ് റിപ്ലൈ വന്നു. അതിന് പ്രധാന കാരണം അതിൽ സിനിമാ പാട്ട് ഉൾപ്പെട്ടു എന്നുള്ള ഒരു കാരണമാണ്. അല്ല, അങ്ങനെ സിനിമാ പാട്ട് വന്നാൽ അത് കോപ്പി റൈറ്റ് ആകും. എനിക്കതിനെപ്പറ്റി വലിയ അറിവില്ലായിരുന്നു ആ സമയത്ത്. പിന്നീട് അത് ഞാൻ ഡിലീറ്റ് ചെയ്തല്ലോ. അതിനുശേഷം അതിൽ തിരുവാതിരയിലുള്ള ചില അറിയുന്നവർ എന്നോട് അതെന്താ ഡിലീറ്റ് ചെയ്ത് എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കാരണങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അവർക്ക് അതിൻ്റെ ചെറിയൊരു ഭാഗങ്ങളെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഓർമ്മ. പിന്നീട് അത് നല്ലൊരു വീഡിയോ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെയെങ്കിലും ആയിട്ട് അതൊന്ന് യൂട്യൂബ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ അതിൽ പാട്ടുകൾ, സിനിമ പാട്ട് 4ഓളം ഉണ്ടായിരുന്ന എൻ്റെ ഓർമ്മ. ആ 4 പാട്ടുകൾ ഒഴിവാക്കി നല്ലൊരു മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ കണ്ട് എനിക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ആരോ അയച്ചു കിട്ടിയ തിരുവാതിരയെ പറ്റിയുള്ള വിശേഷങ്ങൾ അതിൽ ഞാൻ എൻ്റെ വോയിസിൽ തന്നെ ഞാൻ പറഞ്ഞിട്ട് അതും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു വീഡിയോ ആണ്. നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക, കാണുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, അഭിപ്രായങ്ങൾ ഇടുക. ഇനി മുതൽ നല്ല നല്ല വീഡിയോസുകളാണ് വരിക. അത് മാജിക്ക് അങ്ങനെ പലതും ഉണ്ടാവും അതിൽ, രസകരമായ വീഡിയോസ്. ഡാൻസും പാട്ടിൽ കുറച്ച് കുറയും, എങ്കിലും രസകരമായ വീഡിയോസാണ് ഇനി വരിക. യൂട്യൂബ് ചെയ്യുക, നിങ്ങൾ കാണൂ, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. ഓക്കെ, എൻ്റെ വോയിസ് ഇനി ഇതിൽ കാണാം വീഡിയോയിൽ. കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് ധനുമാസത്തിലെ തിരുവാതിര. മലയാളികളുടെ ആചാരങ്ങളും സംസ്കാരവുമായി ഇഴകിച്ചേർന്ന തിരുവാതിര ആഘോഷങ്ങളിൽ പ്രാധാന്യം മലയാളി മങ്കമാർക്കാണ്. അതുകൊണ്ട് ഇതിനെ സ്ത്രീകളുടെ ഉത്സവം എന്ന് പറയാം. എല്ലാ മാസവും തിരുവാതിര നാളുണ്ടെങ്കിലും ധനുമാസത്തിലെ തിരുവാതിരക്ക് പ്രത്യേകതകൾ ഏറെയാണ്. ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര. തിരുവാതിര നാളിൽ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനായി ഭക്തർ വ്രതവും മറ്റ് ചടങ്ങുകളും അനുഷ്ഠിക്കുന്നു. വിവാഹിതകൾ ദീർഘമംഗല്യത്തിനും പെൺകുട്ടികൾ ഉത്തമ പങ്കാളിയെ ലഭിക്കാനുള്ള പ്രാർത്ഥനയോടുമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര നാൾ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ അനുഷ്ഠിക്കുന്ന വ്രതം എന്ന പ്രത്യേകതയുമുണ്ട്. ശിവഭഗവാന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി ആദ്യമായി തിരുവാതിര വ്രതം അനുഷ്ഠിച്ചത് പാർവതി ദേവിയായിരുന്നു. കൂടാതെ ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും തമ്മിലുള്ള വിവാഹം നടന്നത് തിരുവാതിര നാളിലാണെന്നും ഐതിഹ്യമുണ്ട്. ശക്തി ശിവനോടൊപ്പം ചേരുന്ന ഈ തിരുവാതിര ദിനത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ ഉത്തമ ദാമ്പത്യ ജീവിതം ലഭ്യമാകുമെന്നാണ് വിശ്വാസം. വിവാഹം കഴിഞ്ഞ് ആദ്യം വരുന്ന തിരുവാതിര പൂത്തിരുവാതിര എന്നറിയപ്പെടുന്നു. മകയിരം, തിരുവാതിര എന്നീ 2 ദിനങ്ങളിലും വ്രതമാചരിക്കുന്നത് ഉത്തമമാണ്. മകയിരം നോയമ്പ് മക്കളുടെ അഭിവൃദ്ധിക്കും ആയുരാരോഗ്യത്തിനും വേണ്ടിയാണ്. മകയിരം നോയമ്പ് ഒരിക്കലോടെയാണ് അനുഷ്ഠിക്കേണ്ടത്. മകയിര ദിനത്തിൽ എട്ടങ്ങാടി ചുട്ട് നിവേദിക്കണമെന്നാണ് ചിട്ട. കാച്ചിൽ, ചേന, കൂർക്ക, നനക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, ചെറുചേമ്പ്, വലിയ ചേമ്പ്, മധുരക്കിഴങ്ങ് എന്നീ 8 കിഴങ്ങുകൾ ചുട്ടെടുത്ത് ശർക്കരപ്പാവ് കാച്ചി നാളികേരവും പഴവും വൻപയർ വേവിച്ചത്, കരിമ്പ് മറ്റും ചേർത്താണ് എട്ടങ്ങാടി വിഭവം തയ്യാറാക്കുന്നത്. ഗണപതിക്കും ശിവനും പാർവതിക്കും നേദിച്ച ശേഷം പ്രസാദമായി എല്ലാവർക്കും ഭക്ഷിക്കാം.
തിരുവാതിര വ്രതാനുഷ്ഠാനം ഇങ്ങനെ. തിരുവാതിര ദിനത്തിൽ പുലർച്ചെ ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ഗായത്രി മന്ത്രം ചൊല്ലുന്നത് നന്ന്. അതിനുശേഷം വാലിട്ട് കണ്ണെഴുതുകയും മഞ്ഞളും ചന്ദനവും ചേർത്ത് കുറി തൊടുകയും സിമന്തരേഖയിൽ പാർവതി ദേവിയെ സ്മരിച്ചുകൊണ്ട് സിന്ദൂരം അണിയുകയും ചെയ്യുക. സിന്ദൂരം അണിയുമ്പോൾ ലളിതേ സുഭഗേ ദേവി സുഖ സൗഭാഗ്യദായിനി അനന്തം ദേവി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമ എന്ന മന്ത്രം 3 തവണ ജപിക്കുക. അന്നേ ദിവസം അരിയാഹാരം ഒഴിവാക്കി തിരുവാതിരപ്പുഴയ്ക്ക് കൂവ കുറിക്കത്, ഗോതമ്പ്, പഴങ്ങൾ, കരിക്കിൻ വെള്ളം എന്നിവ കഴിക്കാം. പഞ്ചാക്ഷരി മന്ത്രം, പഞ്ചാക്ഷരി സ്തോത്രം, ശിവപുരാണം, ശിവസഹസ്രനാമം എന്നിവ പാരായണം ചെയ്യുന്നത് ശിവപ്രീതിക്ക് എളുപ്പമാർഗമാണത്രേ. അന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും ഉത്തമം. ഭാര്യാഭർത്തൃ ഐക്യം വർദ്ധിപ്പിക്കാൻ 108 തവണ ഓം ശിവശക്തി ഐക്യരൂപിണ്യ നമ എന്ന് ജപിക്കണം. കൂടാതെ ഉമാമഹേശ്വരനെ ഒന്നിച്ച് ധ്യാനിച്ചുകൊണ്ട് ഓം നമ ശിവായ, ശിവായ നമ എന്ന് വ്രതാനുഷ്ഠാനത്തിലുടനീളം ജപിക്കുന്നത് അത്യുത്തമമാണ്. തിരുവാതിര രാത്രിയിലാണ് പാതിരാപ്പൂച്ചൂടൽ. സ്ത്രീകൾ ഒത്തുകൂടി തിരുവാതിര കളിച്ചതിന് ശേഷം പാതിരാപ്പൂച്ചൂടൽ ചടങ്ങുകൾ ആരംഭിക്കും. ചടങ്ങിൽ ആദ്യം ദശപുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിക്കാൻ യാത്ര തിരിക്കുന്നു. ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നവരാണ് കത്തിച്ച വിളക്ക്, ദശപുഷ്പങ്ങൾ, അഷ്ടമംഗല്യം, കിണ്ടിയിൽ ശുദ്ധജലം എന്നിവ പിടിക്കേണ്ടത്. മറ്റുള്ളവർ ഇവരെ അനുഗമിച്ചുകൊണ്ട് ഒന്നാകും മതിലകത്ത്, ഒന്നല്ലോ, പൂത്തിലഞ്ഞി എന്ന് തുടങ്ങുന്ന പാട്ട് കൈകൊട്ടി ഉച്ചത്തിൽ പാടും. വ്രതദിനത്തിൽ ഭക്തിയോടെ ദശപുഷ്പം ചൂടണം എന്നാണ് ചിട്ട. ദശപുഷ്പത്തിലെ ഓരോ പൂവ് ചൂടുന്നതിനും ഓരോരോ ഫലങ്ങളാണ്. 1 കയ്യോന്നി, ശിവനാണ് ദേവൻ, പഞ്ചപാപങ്ങളും തീരുമെന്നാണ് വിശ്വാസം. 2 മുക്കുറ്റി, പാർവതി ദേവിയാണ് ദേവത. ഭക്തിയോടെ മുക്കുറ്റി ചൂടിയാൽ ഭർത്തൃസൗഖ്യവും പുത്രഭാഗ്യവും ലഭിക്കും. 3 കൃഷ്ണക്രാന്തി, മഹാവിഷ്ണുവാണ് ദേവൻ, കൃഷ്ണക്രാന്തി ചൂടിയാൽ വിഷ്ണു പ്രീതി ലഭിക്കും. 4 തിരുതാളി, മഹാലക്ഷ്മിയാണ് ദേവത, ദേവീപ്രസാദവും ഐശ്വര്യവും ഉണ്ടാകുന്നു. 5 കറുക, ആദിത്യനാണ് ദേവൻ, കറുക ചൂടിയാൽ ആദികളും വ്യാധികളും ഒഴിയും. 6 പൂവാങ്കുരുനില, ബ്രഹ്മാവാണ് ദേവൻ, ദാരിദ്ര്യ ദുഃഖം തീരാനാണ് കുരുനില ചൂടുന്നത്. 7 മുയൽ ചെവ്യൻ, കാമദേവൻ, മംഗല്യസിദ്ധിക്കാണ് മുയൽ ചെവ്യൻ ചൂടാറുള്ളത്. 8 ഉഴിഞ്ഞ, ഇന്ദ്രാണിയാണ് ദേവത, അഭീഷ്ടസിദ്ധിയാണ് ഉഴിഞ്ഞ ചൂടിയാൽ ഫലം. 9 ചെറുള, യമദേവനാണ് ദേവൻ, ആയുസ് വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. 10 നിലപ്പന, ഭൂമി ദേവിയാണ് ദേവത, പാപങ്ങൾ അകന്നു പോകും. മറ്റൊരു പ്രധാന കാര്യം, തിരുവാതിര പോലെ തന്നെ അത്രയധികം പ്രാധാന്യമുള്ള ഒരു ആചാരമാണ് ഊഞ്ഞാലാട്ടം. എല്ലാവർക്കും അറിയാമല്ലോ. തിരുവാതിര നാളിൽ സ്ത്രീകൾ തിരുവാതിര വസ്ത്രം ധരിച്ച് വീട്ടുപറമ്പിൽ കെട്ടിയ ഊഞ്ഞാലിൽ ആടാറുണ്ട്. തൃശ്ശൂർ ഭാഗത്ത് എനിക്ക് കണ്ടതായി ഓർമ്മ. തിരുവാതിര വ്രതം ആദ്യമായി നോറ്റത് ശ്രീകൃഷ്ണനെ ഭർത്താവായി കിട്ടാനായി ഗോപികമർ ആണെന്ന വിശ്വാസവും ഉണ്ട്. തിരുവാതിര നാൾ കഴിഞ്ഞ് അരിഭക്ഷണം കഴിച്ചോ ശിവക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ചോ വ്രതം അവസാനിപ്പിക്കാം. കാലം മുന്നോട്ട് പോയി, ജീവിത രീതികൾ മാറിമറിഞ്ഞു. മുമ്പൊക്കെ കലോത്സവ വേദികളിൽ മാത്രമായി കണ്ടുവന്നിരുന്ന തിരുവാതിര ഇന്ന് ക്ഷേത്ര ഉത്സവ സ്ഥലത്ത് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ നാട്ടിലൊക്കെ സ്ത്രീകളുടെ തിരുവാതിര വാട്സപ്പ് ഗ്രൂപ്പും അതുവഴി നാട്ടിലുള്ള പല കലാസംഘടന നടത്തുന്ന പ്രോഗ്രാമുകളിലും തിരുവാതിരക്കളി കണ്ടിട്ടുണ്ട്.
ഞാൻ മറ്റു സംസ്ഥാനങ്ങളിൽ പോയപ്പോൾ അവിടെയുള്ള മലയാളി സംഘടനകൾ എല്ലാ വർഷവും നടത്തി വരാറുള്ള ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാമിലും മറ്റും 5ഉം 10ഉം തിരുവാതിര ഗ്രൂപ്പുകൾ പങ്കെടുക്കുന്നത് നേരിട്ടിട്ടുണ്ട്. അതുപോലെ വിദേശ രാജ്യങ്ങളും മലയാള സമാജങ്ങളുണ്ട്. മലയാളികൾ ലോകത്ത് എവിടെയുണ്ടോ അവിടെയൊക്കെ തിരുവാതിരയും കാണാം. നല്ലൊരു കയ്യടി. അടുത്തതായി 150 കുട്ടികൾ അണിനിരക്കുന്ന ഒപ്പനയാണ് ഇവിടെ മെഗാ ഒപ്പനയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. മുസ്ലിം കല്യാണ വീടുകളിൽ അരങ്ങേറും